ഹലോ ഗൈസ്, കാട്ടിപ്പറമ്പ് വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്ക്രാപ്പ് മെറ്റീരിയൽസ് അഥവാ സൈക്കിളിൻ്റെ മെറ്റീരിയൽസ്, അതായത് സൈക്കിളിൻ്റെ സ്പെയർ പാർട്സ്, അങ്ങനത്തെ സാധനം കൊണ്ട് നമ്മളിന്നൊരു വേവ്ബ്ലേഡ് അഥവാ പമ്പരം, സ്പിൻ ടോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ നട്ടും ബോൾട്ടും പിന്നെ അത്യാവശ്യം വാഷറും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ പമ്പരം, അതായത് ഈ സ്പിൻ ടോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സൈക്കിളിൻ്റെ പെഡലിൻ്റെ ഭാഗത്തായിട്ട് ഒരു റിങ് കാണാൻ പറ്റും. അങ്ങനെ 2 റിങ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആ റിങ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതിന് നടുക്ക് കാണുന്ന ഈ കപ്പ് ഇരിക്കുന്നത്. ഇത് ഞാൻ വേറെ ഒരു സ്ക്രാപ്പ് കടയിൽ നിന്ന് നോക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ഒരു നടുക്കത്തെ ഐറ്റം. ഇതെല്ലാം ഞാൻ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഫെവിക്വിക്കൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാ ഭാഗത്തും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കിയായിട്ടുള്ള ആവശ്യമുള്ള സാധനം എന്ന് പറയുമ്പോൾ ഒരു നട്ട് ബോൾട്ട് ആവശ്യമുണ്ട്. പിന്നെ വേറെ ഇതിൻ്റെ ഉള്ളിൽ വെയിറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു അത്യാവശ്യം വലിയൊരു നട്ട് എടുത്തിട്ടുണ്ട്, ബോൾട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വാഷർ, ഇത് ഞാൻ വാതിലിൻ്റെ ലോക്കിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇത്, അതൊരു ഐറ്റമാണ്. പിന്നെ ഇത് വാഷർ, ഇതും വാഷറാണേ. ഇത് പിന്നെ ഇത് ചെറിയൊരു വാഷർ, രണ്ടും ചെറിയ വാഷറുകളാണ്. ഇത് നമുക്ക് ഈ ബോൾട്ടിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ ഇട്ടിട്ട് അവസാനം ഇങ്ങനെ ടൈറ്റ് ആക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഈ വാഷറായിട്ട് എടുത്തേക്കുന്നത്. ഇത് വാഷറാന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, വാഷർ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയാൽ നോക്കിയാലോ. അപ്പോൾ ഗൈസ്, നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു പാർട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെയിറ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബോൾട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അതേപോലെ ഈ ഒരു നട്ടും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. ചെറിയൊരു ലെയർ ഉള്ള, എന്നാലും പക്ഷേ വെയിറ്റ് ഉണ്ട്, ചെറിയൊരു പൊടിക്ക് വെയിറ്റ് ഉണ്ട്. പിന്നെ ഇച്ചിരിയും കൂടി വെയിറ്റ് കൂട്ടാനായിട്ട് നമുക്ക് ഈ 2 കുഞ്ഞ് വാഷറും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാതിലിൻ്റെ ഒരു ഐറ്റം നമ്മൾ ഇതേപോലെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു വാഷർ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. കയറ്റി കൊടുത്തിട്ട് നമുക്കത് ഇതിങ്ങനെ പൊത്തി പിടിച്ചിട്ട് നേരെ അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് എടുക്കാം ഇത്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററാക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു വാഷർ എന്ന് പറയുന്ന ഐറ്റം കറക്റ്റ് ഈ സർക്കിളിൽ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വാഷറും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ ഒരു അലൂമിനിയം വാഷറും കൂടി വെച്ച് കൊടുക്കാം. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇനി ബോൾട്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ടുള്ളത്. ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഇനി ബോൾട്ട് നമുക്ക് നല്ലോണം കൈ കൊണ്ട് തിരിച്ചാദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കയറ്റി കൊടുക്കാം. നല്ലോണം നാം കൈ കൊണ്ട് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമ്മുടെ വാഷർ ഇരിക്കുന്നതുണ്ടോ, ഈ ഒരു കറക്റ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ഈ വാഷർ ഇരിക്കേണ്ടത്. ഈ ഒരു ഭാഗം ഇത്രയും ഉള്ളിലേക്കും ഇവിടെ നല്ല രീതിയിൽ തന്നെ കാണാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അതേപോലെ വാഷർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയാണ് കിടക്കുന്നത്. അത് നമുക്ക് ഈ ഒരു സ്പാനർ കൊണ്ടുവന്ന് ഇതിനെ തട്ടി കറക്റ്റ് മിഡ് പോർഷനിലാക്കി വെക്കാം. അപ്പം നമ്മുടെ ഇനി ആ വാതിലിൻ്റെ ഒരു ഐറ്റം നമുക്ക് കറക്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഷറും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അടിച്ചു കൊടുക്കണ സമയത്ത് ഈ ബോൾട്ടൊന്ന് നൈസായിട്ടൊന്ന് ലൂസാകും. ആ ബോൾട്ട് ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ഇത് അടിക്കുന്നതെല്ലാം വേസ്റ്റ് ആകും കേട്ടോ. അപ്പോൾ ആ ബോൾട്ടൊന്ന് ടൈറ്റായിട്ട് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി അടിച്ച് റെഡിയാക്കി കൊടുക്കാം. ഈ ഒരു ഭാഗവും ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓൾ ടോട്ടലൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 2ഉം 11 സൈസിൻ്റെ സ്പാനറാണ്. ഈ ബോൾട്ടും നട്ടും അതിൻ്റെ തന്നെയാണ്, സൈസ് തന്നെയാണ്. നമുക്കിതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 3 തിരി ഏതാണ്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിനി കറക്കാൻ നോക്കാം. കറക്കാനായിട്ട് നമുക്കിങ്ങനെ പിടിച്ച് ഇങ്ങനെ കറക്കി തിരിച്ച് വലിക്കാനായിട്ടൊരു വള്ളി വേണം. നമുക്ക് ആ വള്ളി എടുത്തിട്ട് ഇനി കറക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ പമ്പരം ഒന്ന് കറക്കാനായിട്ട് നമ്മുടെ ഒരു വള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ വള്ളി കൊണ്ട് നമുക്ക് ഈ പമ്പരം നല്ലോണം ചുറ്റി കൊടുത്തിട്ട് നമുക്കൊന്ന് കറക്കി നോക്കാം.
നമ്മുടെ പമ്പരയെ വള്ളി കൊണ്ട് നല്ല ടൈറ്റിന് അങ്ങ് ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി പമ്പര ഒന്ന് കറക്കി നോക്കാം. നല്ല പമ്പരം നല്ല അടിപൊളിയായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. വീഡിയോയിൽ ഇത് എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എല്ലാവരും മറക്കാതെ ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകൾ ഇനിയും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.